Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 ഏപ്രിൽ 7 ചൊവ്വാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. രാജ്യത്തിനു നേരെ ഇറാൻ നടത്തുന്ന വ്യോമാക്രമണങ്ങളെ ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സ് വിജയകരമായി പ്രതിരോധിച്ചു. ഇതുവരെ 188 ബാലിസ്റ്റിക് മിസൈലുകളും 477 ഡ്രോണുകളും ആകാശത്ത് വച്ച് തന്നെ തകർത്തതായി BDF അറിയിച്ചു. രാജ്യത്തിന്റെ ആകാശം സുരക്ഷിതമാണെന്നും സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി സൈന്യം കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിച്ചു. ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ നിന്നോ സംശയാസ്പദമായ വസ്തുക്കളിൽ നിന്നോ അകലം പാലിക്കണം. സൈനിക നീക്കങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഒഴിവാക്കണമെന്നും ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പിന്തുടരണമെന്നും BDF ജനറൽ കമാൻഡ് ആവശ്യപ്പെട്ടു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ 527ാമത് കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്നു. രാജ്യത്തിന് നേരെ ഇറാൻ നടത്തുന്ന ശത്രുതാപരമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനായുള്ള മുൻകരുതൽ നടപടികൾ യോഗം വിശദമായി വിലയിരുത്തി. സുരക്ഷാ നടപടികൾക്ക് പുറമെ തൊഴിൽ വിപണി ക്രമീകരിക്കുന്നതിനുള്ള പുതിയ നിർദ്ദേശങ്ങളും വിവിധ കരട് നിയമങ്ങളുടെ പുരോഗതിയും കമ്മിറ്റി ചർച്ച ചെയ്തു. ഏത് സാഹചര്യത്തെയും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന് യോഗം വ്യക്തമാക്കി. ബഹ്റിൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ 31ാമത് ഭരണസമിതി ചെയർമാനായി നബീൽ ഖാലിദ് കാനുവിനെ തിരഞ്ഞെടുത്തു. യൂസഫ് സലാഹുദ്ദീൻ 1ാം വൈസ് ചെയർമാൻ, നവാഫ് അൽ സയാനി 2ാം വൈസ് ചെയർമാൻ, അഹമ്മദ് അൽ സലൂം ട്രഷറർ, ഖാലിദ് ജുമ വൈസ് ട്രഷറർ എന്നിവരാണ് മറ്റു പ്രധാന ഭാരവാഹികൾ. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്നതിനും സ്വകാര്യ മേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനും മുൻഗണന നൽകുമെന്ന് ചുമതലയേറ്റ ശേഷം നബീൽ കാനു പറഞ്ഞു. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്തുണ നൽകുന്ന ഭരണാധികാരികൾക്കും തിരഞ്ഞെടുപ്പ് സുഗമമാക്കിയ വിവിധ മന്ത്രാലയങ്ങൾക്കും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. മേഖലയിലെ സംഘർഷങ്ങളെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ബഹ്റൈനി ഫാക്ടറി കടയുടമകൾക്ക് 6 മാസത്തെ വാടകയിളവ് നൽകണമെന്ന് 5 MPമാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വ്യവസായ പ്ലോട്ടുകളുടെ ലീസ് ഫീസിലും മുനിസിപ്പാലിറ്റി വാടകയിലും ഇളവ് നൽകണമെന്നാണ് അടിയന്തര പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. വിപണിയിലെ മാന്ദ്യവും വർദ്ധിച്ച പ്രവർത്തന ചെലവും സ്വദേശി സംരംഭകരെയും ചെറുകിട സ്ഥാപനങ്ങളെയും പ്രതിസന്ധിയിലാക്കിയ സാഹചര്യത്തിലാണ് ഈ നീക്കം. വാടകയിളവ് നൽകുന്നത് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതും തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നതും ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് MPമാർ ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ നിരീക്ഷിക്കുകയും വിവരങ്ങൾ ഇറാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കൈമാറുകയും ചെയ്ത ഭീകര സംഘത്തെ ബഹ്റിൻ നാഷണൽ ഇന്റലിജൻസ് സർവീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾക്ക് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. പ്രധാന സൈറ്റുകളുടെ വിവരങ്ങൾ ശേഖരിക്കാനും ആക്രമണങ്ങളിൽ തകർന്ന കെട്ടിടങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി അയക്കാനും ഇവർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. ചാരപ്പണി ഉൾപ്പെടെയുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കുണ്ടെന്ന് വ്യക്തമായതോടെ കോടതി ഇവരെ റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ കൂടുതൽ പേർക്കായുള്ള അന്വേഷണം തുടരുകയാണ്. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് Send money from any NEC branch or app. Win exciting prices.
NEC Money Exchange. We connect your loved ones since 1993. ഉള്ളിച്ചാക്കുകളിൽ ഒളിപ്പിച്ച് 10,035 കിലോഗ്രാം നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ച ഏഷ്യൻ സ്വദേശിക്ക് കോടതി 3 വർഷം തടവും വൻതുക പിഴയും വിധിച്ചു. ശിക്ഷാ കാലാവധിക്ക് ശേഷം ഇയാളെ നാടുകടത്താനും ഉത്തരവുണ്ട്. തുറമുഖത്ത് നടന്ന പരിശോധനയിൽ 11,110 പാക്കറ്റ് പുകയിലാണ് പിടിച്ചെടുത്തത്. വ്യാജരേഖകൾ ചമച്ചും നികുതി വെട്ടിച്ചുമാണ് പ്രതി ഈ നിയമവിരുദ്ധ ഇറക്കുമതി നടത്തിയത്. കസ്റ്റംസ് അധികൃതരുടെ കൃത്യമായ ഇടപെടലിലൂടെയാണ് വൻ കടത്ത് ശ്രമം പരാജയപ്പെടുത്തിയത്. ബഹ്റിൻ വിമാനത്താവളം വഴി അതിവിദഗ്ധമായി ലഹരിമരുന്ന് കടത്താൻ ശ്രമിച്ച 2 ഏഷ്യൻ സ്വദേശികൾക്ക് കോടതി 15 വർഷം തടവും 10,000 ദീനാർ വീതം പിഴയും വിധിച്ചു. ഉണക്കമീനിനും ചെമ്മീനുമിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരിമരുന്ന് കണ്ടെത്തിയത്. വിദേശത്തുള്ള ലഹരി ശൃംഖലയുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിച്ച പ്രതികളെ കസ്റ്റംസ് അധികൃതരുടെ ജാഗ്രതയിലാണ് പിടികൂടിയത്. ശിക്ഷാ കാലാവധിക്ക് ശേഷം ഇവരെ നാടുകടത്തും. കേസിൽ പ്രതികൾ നൽകിയ അപ്പീൽ കോടതി ഏപ്രിൽ 13 വീണ്ടും പരിഗണിക്കും. മയക്കുമരുന്ന് കേസിൽ പിടിയിലായ 48-കാരന് വ്യാജ കറൻസി കൈവശം വച്ച കുറ്റത്തിന് കോടതി 3 വർഷം തടവും 500 ദിനാർ പിഴയും വിധിച്ചു. പ്രതിയുടെ വ്യക്തിഗത വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടയിലാണ് 500 സൗദി റിയാലിന്റെ വ്യാജ നോട്ട് കണ്ടെടുത്തത്. അപരിചിതനിൽ നിന്ന് 30 ദിനാർ നൽകിയാണ് നോട്ട് വാങ്ങിയതെന്ന് പ്രതി മൊഴി നൽകിയെങ്കിലും വ്യാജമാണെന്ന് അറിഞ്ഞുകൊണ്ട് വിനിമയം ചെയ്യാൻ ശ്രമിച്ചതിനാണ് ശിക്ഷ. പിടിച്ചെടുത്ത കറൻസി നശിപ്പിക്കാനും കോടതി ഉത്തരവിട്ടു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.